മനസ്സിനെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് ചിന്തകളും വിചാരങ്ങളും ഒക്കെയാണല്ലോ. അതിൽ നിന്നാണല്ലോ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ ഈ ചിന്തകളെക്കുറിച്ച് എല്ലാവരും വലിയ പ്രാധാന്യമായിട്ട് പറയാറുണ്ട്. പക്ഷേ കുടുംബജീവിതത്തിലും ഈ ചിന്ത എന്ന് പറയുന്ന കാര്യത്തിന് ഒത്തിരി പ്രാധാന്യമില്ലേ? നമ്മളെന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളാണല്ലോ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ആയിട്ട് വരിക. അപ്പം നമ്മൾ എങ്ങനെ ചിന്തേനെ നിയന്ത്രിക്കണം, എങ്ങനെ ചിന്തിക്കണം? അത് ആധുനിക തത്വശാസ്ത്ര ചിന്തയിൽ നിർണായകമായ പങ്കുവഹിച്ച ഫിലോസഫറായിരുന്നു ഡെക്കാർട്ട്. ഡെക്കാർട്ടിൻ്റെ തിയറി ഇതാണ്: ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. ചിന്തയില്ലെങ്കിൽ ഞാനില്ല. ചിന്തയുള്ളതുകൊണ്ടാണ് എൻ്റെ എക്സിസ്റ്റൻസ്. ഇത് സത്യമാണ്. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ചിന്തകൾ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാനായിത്തീരുന്നത്. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് എൻ്റെ വാക്കായിത്തീരുന്നത്. ചിലരോട് എപ്പം വർത്താനം പറഞ്ഞാലും നിരാശ നിറഞ്ഞ വാക്കേ പറയൂ. കാരണം അവർ ഉള്ളു നിറയെ നിരാശയുടെ ചിന്തകളാണ്. ചിലർ ഏത് നിരാശയുടെ നടുവിൽ സംസാരിച്ചാലും പ്രതീക്ഷയുടെ വാക്കേ മറുപടിയെ പറയുള്ളൂ, ഉണർവിൻ്റെ. കാരണം ഉള്ളു നിറയെ പ്രതീക്ഷയാണ്. ഈ ആത്മാവിൽ എഴുതുന്ന അക്ഷരം നാക്കിലൂടെ പുറത്തേക്ക് വരും. എൻ്റെ ഉള്ളു നിറയെ ദുഃഖമാണെങ്കിൽ വാക്കിൽ ദുഃഖം, ഉള്ളിൽ സന്തോഷമാണോ വാക്കിൽ സന്തോഷം, ഉള്ളിൽ അരിശമാണോ വാക്കിൽ അരിശം. ഞാൻ എന്താണോ എൻ്റെ ഉള്ളിൽ അതാണ് വാക്കായിട്ട് പുറത്ത് വരിക. വാക്കും ഞാനും ഒന്നാണല്ലോ. ഞാൻ ഒരു മോശമായ വാക്ക് പറഞ്ഞാലല്ലേ എന്നെ വെറുക്കുന്നത്, പറഞ്ഞ വാക്കിനെ അല്ലല്ലോ. നല്ല വാക്ക് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കും, പറഞ്ഞ വാക്കിനെ അല്ല എന്നെ. ഞാനും വാക്കും ഒന്നാണ്, ഞാനും ചിന്തയും ഒന്നാണ്. അപ്പം നമ്മൾ നല്ല നല്ല ചിന്തകളുണ്ടെങ്കിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിലയിരുത്തലിലും നന്മ തന്നെ. അതല്ലെന്ന് വരികിൽ എല്ലായിടത്തും നമ്മൾ നെഗറ്റീവ് വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറും. ഈ ഭാര്യയും ഭർത്താവും തന്നെ ഒരാൾ നെഗറ്റീവാണെങ്കിൽ മറ്റയാളെ നെഗറ്റീവ് ആക്കാൻ എളുപ്പമാണ്. ചിലപ്പം പോസിറ്റീവായിട്ടുള്ളവരെ പോസിറ്റീവ് ആക്കുന്നതും കാണാറുണ്ട്. ഈ അത് നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചുള്ളൊരു അത് വളരെ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്, ഞാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാര്യങ്ങളും കൊള്ളുകയില്ലാതായി പോകാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കോംപ്ലക്സുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒത്തിരി പേരെ കണ്ടിട്ടില്ലേ? ഉണ്ടുണ്ട്. ഈ ഒരുപാട് വേദനകളെ ചവച്ചരച്ച് കടിച്ചിറക്കി കഴിയുമ്പം നമ്മുടെ സ്വഭാവത്തിലും ചിന്തയിലും മാറ്റം വരും. ഒന്നിനു വരെ ഒന്നായിട്ട് ഒരു കുരിശുപോകും മറ്റൊന്ന് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം മാറി. ദാമ്പത്യത്തിലെ പ്രതീക്ഷയോടെയൊക്കെ പ്രവേശിക്കുന്നു. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് പീഡിപ്പിക്കുന്ന അനുഭവം ഭർത്താവിന് കിട്ടിയാൽ ഭാര്യ ഗ്ലൂമിയാവും. ഭാര്യയെന്ന് കിട്ടിയാൽ ഭർത്താവ് ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ പോയിരിക്കും. അപ്പം പിന്നെ നമ്മുടെ വാക്കിലും ഒരു പ്രതീക്ഷയില്ലാത്ത വാക്ക് വരും, പ്രത്യാശയില്ലാത്ത വാക്ക് പറയും. വാക്ക് രണ്ട് കൂട്ടമുണ്ട്. ഒന്ന് കൊല്ലുന്ന വാക്ക്, രണ്ട് വളർത്തുന്ന വാക്ക്. കുറേ നെഗറ്റീവ് ചിന്ത വന്ന് കൊല്ലുന്ന വാക്ക് വരും. ഒന്നും ശരിയാകില്ല, ഞാനൊട്ടും ശരിയല്ല, തൊഴുതൊന്നും ശരിയല്ല, ഞാൻ ഭക്ഷണം ഉണ്ടെങ്കിൽ ഒക്കുകയില്ല, ഞാൻ വീട് നോക്കിയാൽ അത് വൃത്തിയായിട്ട് ഇരിക്കുകയില്ല, ഒരു കാര്യം തീരുമാനിച്ചാൽ നടക്കുകയില്ല, ഞാനിങ്ങനെയാണ്, എന്നെ ഒന്നിനും കൊള്ളുകയില്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം മനുഷ്യനുണ്ടായ മുറിവിൽ നിന്നാകാം. ചില മുറിവുകൾ, ചില നൊമ്പരങ്ങൾ, അതിൽ നിന്നും കടന്നു വരുന്ന ചിന്തയാകാം. എന്നെ ഒന്നിനും കൊള്ളുകയില്ല, ഞാനൊന്നുമല്ല, ഞാനിങ്ങനെയാണ്. ആ ഒരു ചിന്ത, കൊള്ളുകയില്ല എന്നൊരു ചിന്ത. അപ്പം അത് ഒരു വലിയ അപകടമാണ്. അതിനെങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാൻ വെച്ചാൽ? ഓവർകം ചെയ്യാൻ നമ്മൾ ഇരുന്നോട് ചിന്തിക്കണം, ഇങ്ങനൊരു ചിന്ത വരാനുള്ള കാരണം എന്നാ. ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, കല്യാണത്തിന് ശേഷം ഞാൻ എങ്ങനെ ഇങ്ങനെയായി ചോദിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റും, ചില ജീവിതാനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ അത് എന്നെ അങ്ങനെ ആക്കി തീർത്തതാണ്. അപ്പം ഈ അനുഭവങ്ങൾ വരുന്നതിന് പുറകിലുള്ള കാലത്തേക്ക് ഞാൻ യാത്ര ചെയ്യണം. പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ, അപ്പം എനിക്ക് അങ്ങനെ ആകാമൊരു കാലമുണ്ടല്ലോ. അതങ്ങനെ ചിന്തിച്ച് പോസിറ്റീവാക്കി നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മൾ മാറ്റിയെടുക്കണം, ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ മാറ്റുമ്പം എന്നെയും കൊള്ളാം എന്നൊരു ചിന്ത വരും. അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല,
നിന്നെ കൊള്ളാവുന്നാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ വരുന്നത്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ ആണ്. അപ്പം എനിക്കൊരു കഴിവില്ലാതെ വെമ്പറുന്നത് എൻ്റെ മനുഷ്യൻ ഇങ്ങനെ തന്നെ എല്ലാം നോക്കിക്കോണം കേട്ടോ. കെട്ടിയോൻ എൻ്റെ ഇടയിൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ല, ഞാൻ ഓർത്താൽ നടക്കത്തേ ഇല്ല, നീ അങ്ങ് ചെയ്തു. ഇവിടെയാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ അതൊരു അപകടമാണ്. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് ഭാരം തോന്നില്ലേ? ഭാരം തോന്നും. ഞാനൊരു നശ ജീവിതമാ, ഇത് ദുരന്തമാ, ഇതില്ലേ മതിയാരും എന്തിനാ കെട്ടാൻ പോയേ, സത്യം. ചുമ്മാ അങ്ങനെ ചിന്തി. അവിടെയാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ ഇരുന്നോണ്ട് അത് എങ്ങനെയുണ്ടായ ഒരു കണക്കൂടിൽ വന്ന താളപ്പിഴയാണ്. അതങ്ങനല്ല, ഞാൻ ഓക്കെയൊക്കെയാണ്, അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. അപ്പം മറ്റേ ആളോടും പറയണം, ഇങ്ങനെ മാത്രമല്ല എനിക്കും ഇതൊക്കെ ആകാൻ പറ്റും കേട്ടോ. അപ്പം ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ചിന്തയിൽ നമ്മൾ പുറത്ത് വരണം. അങ്ങനെ പുറത്ത് വരാൻ വേണ്ടി അധ്വാനം വേണം, കഠിന പ്രയത്നം വേണം. അപ്പം അങ്ങനെ വന്ന് അതിജീവിച്ച് ഇല്ലെങ്കിൽ ഉള്ള ജീവിതം നമുക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഒരു സെലിബ്രേഷൻ ആകുകയല്ല, അപ്പടി ഒരു ആവശ്യമില്ലാതെ ദുരന്തം പോലെ ജീവിതം അങ്ങ് മാറും, ഒരു ദുരിതം പോലെ അങ്ങ് മാറും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചിലരുണ്ടല്ലോ, അടുത്തത് അങ്ങനെയുള്ളവരുണ്ട്. ഞാനില്ല കാണാമായിരുന്നു, എനിക്ക് ശേഷം പ്രളയം, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. രാഷ്ട്രീയത്തിൽ പറയുന്നത് പണ്ടൊരു നേതാവ് പറയുമായിരുന്ന ഐ ആം ഓക്കെ, വേറെ ആരുമില്ല, എനിക്ക് ശേഷം പ്രളയം, ഞാനില്ല പിന്നെ പാർട്ടിയില്ല, ഞാനില്ല പിന്നെ പ്രസ്ഥാനമില്ല, ഒന്നുമില്ല. അതിന് വിളിക്കുന്ന വാക്കാണ് അനന്തൻ സിൻഡ്രോം. അനന്തൻ സിൻഡ്രോം ഹൈന്ദവ പുരാണത്തിൽ. അനന്തൻ എന്ന സർപ്പത്തിൻ്റെ തലയിലാണ് ഭൂഗോളം. ഞാൻ തല മാറ്റുമ്പോൾ ഭൂമി ഉലുപമുണ്ടാവും. ഞാനെല്ലാം വഹിക്കുന്ന ആളാണ്. ഞാൻ വേറെ ഒന്നുമില്ല, എല്ലാം ഞാൻ. ഈ സിൻഡ്രോം വരുമ്പോഴാണ് ഐ ആം ഓക്കെ. കാക്കാശിന് കഴിവില്ലാത്ത പൊട്ടി, എന്നാത്തിനും വെള്ളം വൃത്തിയില്ല, മെനയില്ല, വല്ലതും കൊണ്ടുവന്ന് കൊടുത്ത് തിന്നാണ്ട് വെച്ച് തരുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. അല്ലെ കെട്ടിയവൻ, കാക്കാശിന് കഴിവില്ലാത്തവൻ, ഞാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. ഞാനില്ലേ കാണാമായിരുന്നു, പോക്ക് കേസാണ്. നമ്മൾ എന്നിലുള്ള പോലെ കഴിവ് എൻ്റെ ഭർത്താവിലും എന്തൊക്കെയുണ്ട്, എന്നിലുള്ള കഴിവ് എന്തൊക്കെ എൻ്റെ ഭാര്യയിലും ഉണ്ട്. എല്ലാം ഞാനല്ല, ഞങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. എൻ്റെ കുറവ് അവൾ നികത്തും, അവിടെ കുറവ് ഞാൻ നികത്തും. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഞാൻ മാത്രം ഓക്കെ, നീ ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ അവിടെ കുടുംബം തകരും. അങ്ങനെ തകർന്നു കഴിയുമ്പോഴോ പിള്ളേരുടെ മേലെ കുതിര കയറും, പിള്ളേർക്കൊരു റോൾ മോഡലില്ല, എവിടെ നോക്കിയാലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തലമാണ് കണ്ടെത്താൻ പറ്റുക. ഈ ചിലരുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്താലും അങ്ങോട്ട് തൃപ്തരല്ലേ. നമ്മൾ പറയില്ലേ, ഓ ശംഖ് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോകാമെന്നേ ഇവർ പറയുള്ളൂ. അല്ലെങ്കിൽ എത്ര നന്നാകാൻ നമ്മൾ ആഗ്രഹിച്ച് ശ്രമിച്ചാലും ഒരു നല്ല വാക്ക് പറയില്ല. അതൊരു സൈക്കോളജിക്കൽ ഡിഫക്റ്റാണ്. ചിലപ്പം റോൾ മോഡലിൽ നിന്ന് വരാം. എന്നാ നല്ലത് അമ്മ കാണിച്ചാലും കുറ്റം പറയുന്ന അപ്പനെ കണ്ടുപിടിച്ച ഒരു മോനാണെങ്കിൽ ഭാര്യ എന്നെ എടുത്താലും കുറ്റേ പറയും. അല്ല, അപ്പോൾ അത് ശരിക്കും അപ്പം നമുക്ക് തോന്നും, അയ്യോ നമ്മൾ ചെയ്തത് ശരിയാകുന്നില്ലല്ലോ, നമ്മൾ കൊള്ളില്ല എന്നായിരിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ കൊള്ളാഞ്ഞിട്ടല്ലല്ലോ, അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. ഞാൻ ശരിയൊക്കെയാണ്, പക്ഷേ അവരുടെ ചിന്താപ്പാടിൽ അങ്ങനെ ആയിപ്പോയി, അതായിപ്പോയി. അതിനെ ചെയ്യാൻ പറ്റും. സഹതാപത്തോടു കൂടി ആളെ ഉൾക്കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളും കൂടി അതേ ആറ്റിട്ടെടുത്താൽ കുടുംബം തകരും. തകരാതിരിക്കണോ ഞാനെന്ന പാർട്ട്ണർ അങ്ങനെ കാണും. എന്തൊക്കെയോ ബാല്യകാല അനുഭവങ്ങൾ, കുട്ടിക്കാലത്തിൻ്റെ മുറിവുകൾ ഇങ്ങനെ ആക്കിയതായിരിക്കാം. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ആ രീതിയിലെടുക്കണം. അവസാനം ഉണ്ടല്ലോ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, പെർഫെക്റ്റ്. വേറൊന്നുകൂടെ ഇതിനിടയ്ക്ക് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അത് ഭയങ്കര അപകടമാണ്. ആ കുടുംബം നിശേഷം തകർന്നു പോകും. കാരണം എത്ര നോക്കിയാലും ഒന്നും നോക്കിയാല. എന്നാ പറഞ്ഞാലും പറയും, ഓ എന്നെക്കൊണ്ട് പറ്റിയാല, നിന്നെക്കൊണ്ടും പറ്റിയല്ലേ, അത് വിട്ടാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമല്ല. ഒന്നും നമ്മൾ രണ്ടുപേരും ഓക്കെ അല്ല, പിന്നെ ചെയ്യാനില്ല. അങ്ങനെ ഓക്കെ അല്ല പിന്നെ നമുക്ക് നമ്മുടെ ലോകം നമ്മുടെ വഴി അങ്ങനെ അങ്ങ് പോകും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു അപകടമായിട്ട് മാറും, വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ ചെയ്യുന്ന ഒന്നും, ഭാര്യ ചെയ്യുന്ന ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയല്ല.
ഭർത്താവ് ചെയ്യുന്നൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യാനേ പറ്റുകയില്ല. കുഞ്ഞുങ്ങളെക്കുറിച്ചും പറയാൻ പറ്റുകയില്ല. എല്ലാത്തിലും ഒരു നെഗറ്റീവ് അഭിപ്രായം പറയും. ചിന്തകളിലും വാക്കിലും നോട്ടത്തിലും എടുപ്പത്തിലെല്ലാം നിഷേധാത്മകമായൊരു കമൻറ്റ് വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ കുടുംബം വളരുകയില്ല. സാമ്പത്തിക പുരോഗതിയില്ല, പഠനത്തിൽ പുരോഗതിയില്ല, ഭൗതിക പുരോഗതിയില്ല എന്നും ഒരുപോലെ. പക്ഷേ കുറച്ച് ഇടിഞ്ഞിടിഞ്ഞ് വരും. ഒരിക്കലും പച്ചയായിട്ട് വളർന്ന് വരികയില്ല. ആ ഒരു അപകടമുണ്ട്. അതാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. പക്ഷേ ഇവർക്കും പ്രതീക്ഷയില്ലേ? ഇവരും ഒന്നേന്ന് തുടങ്ങാൻ തീരുമാനിച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആവശ്യം ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ അവർക്ക് ആവശ്യമാണ്. അവരിൽ ആശ്രയിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയാൽ അതിലും പുറകിൽ നിന്നും താങ്ങി കൊടുക്കണം. അതിനാണ് ഫാമിലി കൗൺസിലിംഗ്, മാരേജ് കൗൺസിലിംഗ്, കപ്പിൾസ് കൗൺസിലിംഗ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതല്ല, ഇങ്ങനെയുള്ളൊരു ലോകം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു പോസിറ്റീവ് എനർജി, ഹോപ്പ് അവർ ഉണ്ടാക്കിയെടുക്കണം. അച്ഛൻ ചെയ്യാറില്ലേ? ഇഷ്ടം പോലെ ധ്യാനത്തിലും എല്ലാത്തിലും ഒരുപാട് ചെയ്യാം. ഒത്തിരി അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ. കുഞ്ഞു കാര്യങ്ങൾ. ഞാൻ പറയും, നിങ്ങൾ 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്താനം പറ. മിനിമം 3-4 ദിവസത്തേക്ക് കുറ്റം പറയാതെ പാർട്ട്ണറുടെ നല്ലത് മാത്രം ഒന്ന് പറഞ്ഞു നോക്കുക. അത് നല്ലൊരു എക്സസൈസാണ്. 3-4 ദിവസത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക്. അപ്പം കാലാകാലം പറ്റിയല്ല, ചേഞ്ച് ചെയ്യാനും പറ്റിയല്ല. അപ്പം അങ്ങനെയാണെന്ന് അത് വേണ്ട. ഒരു ഏതാനും ദിവസമേലും നമുക്ക് ഇത് പറഞ്ഞുകൂടെ. അപ്പം ഒരു തീരുമാനം എടുക്കുന്നു, അടുത്ത 3 ദിവസത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം ഞാൻ പറയുകയില്ല, എൻ്റെ ഭാര്യയുടെ കുറ്റം പറയുകയില്ല. ഒരു 25 നോയമ്പ് ആരംഭിക്കുമ്പോൾ ഈ 25 ദിവസം എൻ്റെ പാർട്ട്ണറെ കുറിച്ച് ഒരു കുറ്റം ഞാൻ ആരോടും പറയുകയില്ല. 50 നോയമ്പിൽ, അല്ലെങ്കിൽ 3 നോയമ്പ്, 8 നോയമ്പ്, അല്ലെങ്കിൽ ചുമ്മാ ഒരു ധ്യാനം കൂടിയിട്ട് ഒരു 90 ദിവസത്തേക്ക് ഞാൻ നല്ലതേ പറയും. ഇതാണ് ഇതിനെ അതിജീവിക്കാനുള്ള മറുവശം. ഏറ്റവും ഐഡിയലായിട്ടുള്ളത് 4-മത്തേതാണ്. നീയും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളും ഓക്കെയാണ്, വീടും ഓക്കെയാണ്. അപ്പോൾ ഓക്കെ അല്ലാതെ ഒന്നുമില്ല. ചിലതൊക്കെ ചുമ്മാ വെള്ളത്തിൽ ഓളം പോലെ ചില ഇഷ്യൂ വരും, പക്ഷെ അത് ബേസിക് ജീവിതത്തെ ബാധിക്കുന്നില്ല. യു ആർ ഓക്കെ, ഐ ആം ഓക്കെ. നമ്മളത് ബാധിക്കുന്നേ ഇല്ല. നമ്മൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ അങ്ങ് ജീവിച്ചു പോകും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം ഇതാണ് 4-മത് ഒരു സ്റ്റേജ് എന്ന് പറയുക. അപ്പം ഞാൻ ആയിരിക്കുന്ന കുറവോടുകൂടി എന്നെ തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. എൻ്റെ പങ്കാളിക്ക് എന്നാ കുറവുണ്ടോ ആ കുറവോടെ എൻ്റെ പങ്കാളി ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. അവിടെ എനിക്ക് പിന്നെ മറ്റൊന്നുമില്ല. 2 പേരും ഒക്കെയാണ്. പിന്നെ മനുഷ്യരല്ലേ, തട്ടിയും മുട്ടിയും പോവും. അങ്ങനെ ഒത്തിരി തട്ടുമ്പം നമ്മൾ മാറി നിൽക്കണം. ചില സമയത്ത് മനഃപൂർവ്വം അകൽച്ച പാലിക്കണം, ചിലപ്പോൾ കൂടുതൽ അടുപ്പം കാണിക്കണം. അങ്ങനെയുള്ള ഒരു സ്വയാർജിത ആൻസേഴ്സ് നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പം കുടുംബത്തിലത് വിജയമായിട്ട് മാറും. അത് ജീവിക്കാൻ പറ്റും. അവിടെ ഒരു ഹാപ്പി ഫാമിലി ആവും. തീർച്ചയായിട്ടും. ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പോൾ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള കണ്ടീഷനിൽ പോലും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കൂട്ടത്തിലുള്ളയാളൊക്കെ ആകുമ്പം അയാളുടെ ഒരു സപ്പോർട്ടോ സ്നേഹമോ അല്ലെ ഒരു കെയറൊക്കെ ഉണ്ടെങ്കിൽ മറ്റേയാളും പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ലെവലിലേക്ക് ഓരോ ഓക്കെയെങ്കിലും ഉണ്ടെങ്കിൽ എത്തിച്ചേരാൻ കൂടുതൽ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും 2 പേരും ശരിയല്ല, 2 പേരും മോശമാണ്, ഇവിടെ ലോകത്താരും ശരിയല്ല എന്നുള്ള ചിന്തയും കൊണ്ട് നടക്കുന്നതാണ് ആദ്യം കളയേണ്ടത്. അപ്പോൾ നമ്മളൊരു 4 തരത്തിലുള്ള ജീവിതശൈലിയെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി തിങ്കിങ്ങിനെ കുറിച്ച് ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഒത്തിരി രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്നവർ, പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരം. ഇതെല്ലാം ചിന്തകളാണ്, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്നതെന്നാണ് പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ പോസിറ്റീവായ നെഗറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് നമ്മുടെ ലൈഫിലുണ്ടാക്കുന്ന കുടുംബജീവിതത്തിൽ ഇപ്പോൾ പലതും നെഗറ്റീവായിരിക്കും ജീവിതത്തിൽ പല കാര്യങ്ങളും. പക്ഷേ പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പലതും പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിക്കാറില്ലേ? അത് നെഗറ്റീവ് തിങ്കിങ് വരുമ്പോഴാണ് ക്രിറ്റിസിസം വരും. പോസിറ്റീവ് തിങ്കിങ് വരുമ്പോൾ എൻകറേജ്മെൻറ്റ് വരും. അത് കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട തലങ്ങളാണ്. ഇതിൻ്റെയും നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. ഭാര്യ എന്ത് ചെയ്താലും നെഗറ്റീവ് കമൻറ്റ്. എന്നാലും പറയും അത് ക്രിയാത്മകമായ എൻ്റെ ഒരു വിമർശനമാണ്, അവൾ കൂടുതൽ നന്നായിട്ട് വരാൻ വേണ്ടി പറയുന്നതെന്ന് പറയും. ചുമ്മാല ക്രിയേറ്റീവ് ക്രിറ്റിസിസം ഇല്ല, കില്ലിങ് ക്രിറ്റിസിസമാണ്. അതുപോലെ ഭർത്താവ് എന്ത് ചെയ്താലും എൻ്റെ അപ്പനും ആങ്ങളമാർ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇയാൾ എന്നാലും പുരുഷനാണ്, ഇങ്ങനെയാണോ, റോൾ മോഡൽ വെച്ചുകൊണ്ട് പറയും.
എന്നുവെച്ച് പറയും നല്ല ആളാക്കാൻ വേണ്ടി പറയുക, പക്ഷെ ആളാകുകയില്ല. അത് ആളെ അങ്ങ് ഡള്ളാകും, ഡൗൺ ആകും. അപ്പം അവിടെ പോസിറ്റീവായ വർത്തമാനങ്ങൾ പറയാൻ പഠിക്കണം. അത് വിമർശനമല്ല, എന്തിൻ്റെയും ഏതിൻ്റെയും നല്ല വശം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. അവിടെയാണ് ഇപ്പം ഭർത്താവ് ഒരു കാര്യം ചെയ്താൽ, ഒരുപക്ഷെ മേശ നേരെ വെച്ചാൽ, ക്ലോക്ക് കീ കൊടുത്ത് നേരെ വെച്ചാൽ, അതിനകത്തും പറയേണ്ട ആവശ്യമില്ലെങ്കിലും നല്ല വശം എന്തെയ്യുമേ കൃത്യമായിട്ട് ശ്രദ്ധിച്ചല്ലോ, അല്ലെ അവിടെ ചത്തിരുന്നതിനായിരുന്നു. ചെറിയ കമൻറ്റ് അല്ലേ? ആ കമൻറ്റിൽ പോസിറ്റീവ് സൈഡുണ്ട്. താൻ എന്നാ വല്ലതും വിഴുങ്ങിയിരിക്കുകയായിരുന്നു, 10 ദിവസം അതിലൂടെ ചത്തിരിക്കാൻ തുടങ്ങി. അതിന് ഒരേ കാര്യത്തിൻ്റെ 2 വശങ്ങളാണ്. ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്തല്ലോ. അപ്പോൾ അതൊരു ഭാര്യയ്ക്ക് ഉണർവാണ്, ഭർത്താവിന് ഉണർവാണ്. ഓഫീസിൽ നിന്ന് ഭർത്താവ് വീട്ടിൽ വന്നു. ഭാര്യ മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി നല്ല പപ്പടമൊക്കെ കാച്ചി വെച്ചു. കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ വിളമ്പി. ഈ പപ്പടം കെട്ടിയാണ് അവിടെ ഇരിക്കുന്ന കണ്ടു, ഇവിടെ വിളമ്പാൻ മറന്നുപോയി. ഉടനെ എന്നാടി നിൻ്റെ തന്തയ്ക്ക് ചത്തുപോയ തന്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പപ്പടത്തെ കാണിച്ചുകൊണ്ട്. അതാണ് കില്ലിങ് കമൻറ്റ്. അതേസമയത്ത് എൻ്റെ എടി ഇന്ന് ഓഫീസിനകത്ത് മുറി 2ആയിട്ട് പകുത്തുകൊണ്ട് ഒരു കർട്ടൻ ഇട്ടു, ഒരു കമ്പിയിട്ട് ഒരു കർട്ടൻ മുറി പകുത്തിട്ടതാണ്. ആ കമ്പിയുടെ നീളമെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ആ പപ്പടം വരെ വരും. ഉടനെ ഭാര്യ എൻ്റെ മനുഷ്യോ ഞാൻ മറന്നുപോയല്ലോ എന്നും പറഞ്ഞ് ആ പപ്പടം എടുത്തു വെച്ചു. ഞാൻ അവതരിപ്പിക്കുന്ന രീതി, 1 തകർക്കുന്ന രീതി, 2 വളർത്തുന്ന രീതി. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം കുടുംബത്തിലൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ട് വളർത്തുന്ന വാക്കുകളങ്ങ് പറയണം. ചിന്തിച്ചു കൂടി ഭർത്താവ് ഒരു സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്ക് ലോകമായ യുദ്ധം പ്രഖ്യാപിക്കരുത്. അത് അവൾ പ്രഖ്യാപിക്കാൻ കാരണം ആ ഒരു വലിയല്ല, ഇങ്ങനെ വലിച്ച് കുരച്ച് ടി വി വന്ന് ഒരു നാളിൽ ഇയാളുടെ അന്ത്യം എന്നാകി തീരുമെന്ന ചിന്തയിൽ നിന്നാണ്. അത് ചിന്തിച്ചു കൂടുന്നതാണ്, അവിടെ കുഴപ്പമല്ല. അത് അപകടകരമായ ചിന്തയാണ്. അല്ലെ ഭാര്യ ഭക്ഷണമൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചു, വിളമ്പി വെച്ചിട്ട് ഇറങ്ങി ടി വിയിൽ മുമ്പിൽ പോയി അങ്ങ് ഇരുന്നു. കഴിയുന്ന ഇടപാടാ. എൻ്റെ മകനെ ഒരു ശ്രദ്ധയില്ല. ചത്താലും സുഖമായിട്ട് കിടന്നാലും നമുക്ക് ടി വി ആണല്ലോ, അല്ല റിമോട്ടും കൊണ്ട് അവിടെ ഇരിക്കുമല്ലോ ഉള്ളൂ, അതിന് കയറി ചൂടാകും. ഓക്കെ, മടുത്തച്ച് പോയി ചിന്തനം പോയതിരുന്ന് കാണുന്നു. അങ്ങനെ കാണാം. നമ്മൾ ജീവിതത്തെ ഈസിയാക്കി കാണാനും ടഫായിട്ട് കാണാനും പറ്റും. ടഫായിട്ട് കണ്ടാലത് പൗരോഹിത്യമാണെങ്കിലും കുടുംബമാണെങ്കിലും എല്ലാം പ്രശ്നമാണ്. അതേസമയത്ത് ഈസിയായിട്ട് കണ്ടോ എല്ലാം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അനാവശ്യമായി ചിന്തിച്ച് കൂട്ടിയിട്ട് ആ ആവേശത്തിൽ പ്രതികരിക്കല്ലേ. ഒരു ആറിങ്ങനെ നിറഞ്ഞൊഴുകുന്നു, അക്കരെ ഒരു വലിയ കമുങ്ങിൻ്റെ മരത്തേൽ ഒരു പട്ടിയെ പൂട്ടിയിട്ടിരുന്നു, അതവിടെ കിടന്ന് കുരയ്ക്കുക. ഞാൻ ആറിൻ്റെ ഇക്കരെ കൂടെ പോകുമ്പം പട്ടി എന്നെ കുരയ്ക്കുന്നു. ഞാൻ എൻ്റെ മുണ്ട് മടക്കി കുത്തി കുടയുടെ ശീലയൊക്കെ കയറി കമ്പി പോലെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നെ പട്ടി തുടര് പൊട്ടിക്കുകയും ആറെങ്ങാനും പറ്റി ഇക്കരെ വന്ന് കടിക്കുകയും ചെയ്താൽ കുത്താനൊരു വടി കരി വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. ആവശ്യം ചെല്ലു വന്നാൽ വരുന്നതിൻ്റെ ബാക്കി വരുന്നത് ദിവസമാണ്. അങ്ങനെ എടുത്താലേ വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ മാതാപിതാക്കൾക്കുള്ളൊരു വലിയ പ്രശ്നമാണ് ഈ ഓവർ തിങ്കിങ്, പ്രത്യേകിച്ച് മക്കളെയൊക്കെ പറ്റി. എന്താകും ഇവരിങ്ങനെ പെരുമാറിയ, ഇങ്ങനെ ഭയങ്കര ഓവർ തിങ്കിങ് ആണല്ലോ നമുക്ക്. നെഗറ്റീവും പോസിറ്റീവും അല്ല, ആവശ്യമില്ലാത്ത ചിന്തകൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു, വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം ഈ മക്കളുടെ എണ്ണം കുറയുമ്പോഴും ഓവർ തിങ്കിങ് വരുവേ, അതും പ്രശ്നമാണ്. 5, 8, 10 മക്കളുള്ളപ്പം എല്ലാവരെയും കുറിച്ചും ചിന്തിക്കുമ്പം ഓവർ തിങ്കിങ്ങിന് സമയമില്ല. ഓരോന്നിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് തീരുകയല്ല കൊച്ചു കാര്യങ്ങൾ. ഇപ്പോൾ 1, 2 ആണെങ്കിൽ അമിതമായി ചിന്തിക്കും. ഇത് 2 ഉള്ളൂ. ജോലി കിട്ടി വിദേശങ്ങാനും പോയി നമ്മുടെ വാർദ്ധക്യത്തിൽ ദൈവമേ അടുത്തിരിക്കാൻ ഓർമ്മയില്ലല്ലോ, ചുമ്മാ അങ്ങ് ചിന്തിക്കുക. അവിടെ പറയണം 10 മക്കൾ വീട്ടിലുണ്ടെങ്കിലും ആരുമില്ലാതെ മരിക്കുന്നവരുണ്ട്. മരിക്കുമ്പോൾ ആരും വേണമെന്നില്ല. ഒരാളും വീട്ടിലില്ല, പക്ഷേ മരണസമയത്ത് ആരൊക്കെയോ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെ കാണാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഈസി ആയിട്ട് ഇത് കാണാൻ പറ്റും. മാത്രമല്ല ഈ ഓവർ തിങ്കിങ്ങിനെയൊക്കെ ഒഴിവാക്കാൻ ശരിക്കും നമ്മൾ കുറേ എൻഗേജ്ഡ് ആകുന്നത് ഈ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ചിന്തകൾ. പിന്നെ വേറൊരെണ്ണമാണല്ലോ ഭയങ്കര പ്രതീക്ഷകളാണ്. ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലൊരു ചിന്ത ഇങ്ങനെ വളരുകയല്ലേ. അതും
നമുക്ക് എന്നിട്ട് അങ്ങനെ നടന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നമാണല്ലോ അത്. അത് നമ്മൾ തന്നെ എടുക്കുന്ന വിധമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ കരുതി, പക്ഷെ ഇത്രയേ പറ്റുള്ളൂ, ഓക്കെ, അത് ലെറ്റ് ഇറ്റ് ഗോ. ആ രീതിയിൽ ചില കാര്യങ്ങൾ അങ്ങനെ എടുക്കണം. ലെറ്റ് ഇറ്റ് ഗോ ഇപ്പോഴത്തെ ഒരു വലിയ നല്ലൊരു വാക്കാണ് പലയിടത്തും കാണുന്നത്. പോട്ടെ. ഭർത്താവിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു, ഒത്തിരി നടക്കുന്നില്ലെങ്കിൽ ഒക്കെ ഞാൻ ആഗ്രഹിച്ചു, ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, തമ്പുരാൻ്റെ വഴി ഇതാണ്, ഇനി അങ്ങനെ പോട്ടെ. ഞാൻ ന്യൂട്രലായിട്ട് ഇരുന്നിട്ടില്ലല്ലോ, ഞാൻ ആക്റ്റീവായിരുന്നല്ലോ. ആട്ടെ, ഭാര്യയെക്കുറിച്ച് അങ്ങനെയാട്ടെ, കുഞ്ഞുങ്ങൾ ഒക്കെ എൻ്റെ റോൾ ഞാൻ ചെയ്യും, ചുമ്മാ ആട്ടങ്ങൾ വിടുവല്ല. എന്നിട്ടും നടന്നില്ലെങ്കിൽ അത് ഗോഡ്സ് വില്ലാണ്, അത് ഞാനങ്ങ് വിടും, അതിന് ഞാനങ്ങ് വിധേയപ്പെടും. എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം നിറവേറണം എന്ന് പറഞ്ഞ ഈ ചില കുടുംബങ്ങളിൽ ഇപ്പം ഒരു ഭർത്താവിനൊരു പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഭാര്യേനെ ഇനി അത് അറിയിച്ച് ഒരു പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതി അവരോട് പറയാത്തവരുണ്ട്. അതുപോലെ ഭാര്യയ്ക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഭർത്താവിന് ഇനി ഒരു പ്രശ്നമാക്കണ്ട എന്ന് കരുതി അത് ഷെയർ ചെയ്യാത്തവരൊക്കെ ഉണ്ട്. അത് ശരിക്കും നല്ലതാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും എടുക്കുകയും അറിയുകയും ചെയ്യുന്നതല്ലേ നല്ലത് ശരിക്കും? അതിന് രണ്ട് സൈഡുണ്ട്. ചില ഭർത്താക്കന്മാരോട് എൻ്റെ ചില വിഷമങ്ങൾ പറഞ്ഞാൽ സാരമില്ല പോട്ടടിയിലും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അടുത്തിരുന്ന് ആശ്വസിപ്പിക്കും. അങ്ങനെയുള്ള ഭർത്താവിനെ ഭാര്യയ്ക്ക് അറിയാമല്ലോ പറയാൻ. കൊച്ചു കാര്യം വിഷാദമാക്കുകയും ചെറിയ കാര്യം ദുഃഖത്തിലാഴ്ത്തുകയും താങ്ങാൻ മേലാതെ തടസ്സയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആണാണേലും അങ്ങനെയുള്ള ഭർത്താവിനോട് പറയല് ഞാൻ തന്നെ വിഴുങ്ങി പ്രാർത്ഥിച്ച് തീർക്കണം. അതുപോലെ ചില കാര്യം ഭാര്യയോട് പറഞ്ഞാൽ കൂടെ നിന്നുകൊണ്ട് പെട്ടെന്ന് ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യും, നമ്മളെ വീണ്ടെടുക്കും. അവളോട് പറയാതിരിക്കരുത്. അത് പറഞ്ഞാൽ പെട്ടെന്ന് പാടുകയും അത് വയറ്റുവേദനയും തലവേദനയും ഒക്കെ ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്. അവരോടാണ് പറയാൻ. നമ്മൾ പറഞ്ഞാൽ പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കി സഹകരിച്ച് പ്രതികരിക്കുന്നവരോട് ഈ ഭാരങ്ങൾ പറയാൻ. അതങ്ങനെ ഇല്ലാത്തവരോട് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും വളരെ റിച്ചായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇരുന്നത് കേട്ടോ. തുടക്കത്തിൽ ചിന്തയിൽ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർത്തു. എനിക്ക് തോന്നുന്നു കുടുംബജീവിതം നയിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അച്ഛൻ്റെ ഇന്നത്തെ ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.